ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, യെസ്, ഗോഡസ് ഓഫ് ദ മൂൺ ആണ് വന്നിട്ടുള്ളത്. അതായത് എന്തൊക്കെയോ ചില അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൈനാണത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സക്സസ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് വളരെ പെട്ടെന്ന് കിട്ടുന്നൊരു സക്സസ് അല്ലെങ്കിൽ വിക്ടറി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏഞ്ചലിക് സപ്പോർട്ട് നിങ്ങൾക്ക് വരുന്നു, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള എനർജീസ് വരുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷന് വരാനുള്ള പോസിബിലിറ്റി ആണ് ഉടനെ നമ്മുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നത്. അതായത് ഈ വ്യക്തിക്ക് വളരെ സീക്രട്ടായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തതായിട്ടുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ സെപ്പറേഷനിലായ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെ മാറിപ്പോവാനും ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ എൻഡ് ആവാനുമുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് അതെ, ഇത്രയും നാളും അവർ ചില കാര്യങ്ങൾക്ക് ബോധേഡ് ആയിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അനുകൂലമാകുന്നില്ല, അല്ലെങ്കിൽ അവരെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, എന്തെങ്കിലും കടബാധ്യതകളായിരിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ അത് കെയർ ചെയ്യുന്നില്ല. ഓക്കെ, അതൊക്കെ എന്തൊക്കെയാവട്ടെ, അതൊരു സൈഡായിട്ട് ഇരിക്കട്ടെ. ഇനി ഈ റിലേഷൻഷിപ്പാണ് ഏറ്റവും ബെറ്ററായിട്ട് പോകേണ്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് യെസ്, അതിനായിട്ടുള്ള ഒരുപാട് ഇൻറ്റ്യൂഷൻസ് നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് എത്രത്തോളം ആഴമേറിയ ഒന്നാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന നിമിഷം കൂടിയാണ്. ഇത്രയും നാളും അവർ നിങ്ങളുടെ മുന്നിൽ മുഖംമൂടി അണിഞ്ഞിട്ടാണ് നിന്നിട്ടുള്ളത്. അതായത് ശരിക്കും അവരാരായിരുന്നു, ശരിക്കും അവരെന്താണ് നിങ്ങളോട് പ്രകടിപ്പിക്കാതിരുന്നത് എന്നൊക്കെയും നിങ്ങൾ അറിയാൻ പോകുന്ന നിമിഷങ്ങളാണ് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഈ ഒരു സെപ്പറേഷൻ പോലും അതിനുള്ള ഒരു തുടക്കം മാത്രമായിരുന്നു. നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു. ചിലപ്പോൾ അത് പോസിറ്റീവായിരിക്കാം, ചിലപ്പോൾ വളരെ കുറച്ച് പേർക്ക് അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന പോലെ വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം. യെസ്, ബ്ലോസമിങ് അബണ്ടൻസ്, അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡെഫിനറ്റ്ലി 90% ആൾക്കാർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്പർ 3, 33, 333 എന്നുള്ള ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് എടുക്കുക. അതുപോലെ അനുകൂലമായിട്ടുള്ള എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയമാണ്. നെഗറ്റിവിറ്റീസ്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡ് ആകും എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ, കൺഫർമേഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് യെസ്, സ്പിരിച്വലി അവേക്കൻഡ് ആകുന്ന സമയമാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഈ വ്യക്തിക്ക് അവരുടെ ആ ഒരു കമ്പാരിസൺ ടൈമാണിത്. അതായത് അവരിപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ അവർ അതായത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർ എങ്ങനെയായിരുന്നു എന്ന് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അവർ വീണ്ടും ആ പഴയ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ആൻഡ് ദെൻ
എന്നിട്ട് അവർക്ക് മുന്നോട്ടുള്ള വഴികളിലെല്ലാം തടസ്സങ്ങളാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ലൈഫ് പോലും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ആ ഒരു സമയത്ത് അവർ ലൈഫിന് മറ്റൊരു പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്. എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ഇതിന് വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഈ വ്യക്തി തയ്യാറാവുന്നൊരു സമയമാണ്. അതുകൊണ്ട് നെക്സ്റ്റ് അവർ നിങ്ങളുടെ അരികിൽ വരുന്നത് മറ്റൊരു പാത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഇനി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് തന്നെ ഒരു പുതിയ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാനായിട്ടാണ്. നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ഭാവി ജീവിതം അവർ സ്വപ്നം കാണുന്നുണ്ട്. യെസ്, നമുക്ക് ഈ ഒരു കാർഡ് വരുമ്പോൾ പിന്നെ അതൊരു കൺഫർമേഷൻ കാർഡാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഈ കാർഡ് നമുക്കിവിടെ തരുന്നത്. ട്രാൻസ്ഫർമേഷനാണ് ടോട്ടലി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. അതും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജീസ് ഇല്ലാണ്ടാവുന്നൊരു സമയം കൂടിയാണ്. അതിനായിട്ട് ആ ഒരു എനർജി ഇല്ലാണ്ടാക്കാനായിട്ട് ഏഞ്ചൽസ് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ളൊരു സ്ട്രെങ്ത് തരുന്നൊരു സമയമാണ്. അതിനായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഊർജം നിങ്ങൾക്ക് നൽകുന്നൊരു സമയം കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ഒന്നിനെ പറ്റിയും ഓർത്ത് വറീഡ് ആകേണ്ട ആവശ്യമില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ കൂടുതലും നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാ കാർഡ്സിൻ്റെയും മുന്നിൽ ഏഞ്ചൽസ് വന്നിട്ടുണ്ട്. സോ നമുക്കത് മനസ്സിലാക്കാം. അനുകൂലമായിട്ടുള്ള എനർജീസാണ് എല്ലാം വന്നിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾ ഈ നിമിഷത്തെ തന്നെ ട്രസ്റ്റ് ചെയ്യൂ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാൻ ശ്രമിക്കൂ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അഫർമേഷൻ നിങ്ങൾ ലൈഫിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 എന്ന്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഒരു ദിവസം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.